സമാന സാഹചര്യമല്ലേ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ? രാമക്ഷേത്രത്തെക്കുറിച്ച്, അയോധ്യയെക്കുറിച്ച് വളരെ കൃത്യമായി ശ്രീ അനൂപ് താങ്കളിലേക്ക് വരാം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇതിന്റെ ഒരു തുടർച്ചയായി പോയി കഴിഞ്ഞാൽ അയോധ്യയെക്കുറിച്ച്, രാമക്ഷേത്രത്തെക്കുറിച്ച് എന്താണ് ഐഡിയോളജിക്കലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുതന്നെയാണ് അജണ്ട. ആ അജണ്ട തുറന്നു പറയാൻ അവർക്ക് മടിയുമില്ല. മറുഭാഗത്ത് അതിനുള്ള ബദൽ എന്താണ് എന്നതിലേക്ക് ഒരു ഏകീകൃത സ്വഭാവത്തിലുള്ള ഒരു ബദലിലേക്ക് എത്താൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമുണ്ടെന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നില്ലേ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ? കെ ടി കുഞ്ഞിക്കണ്ണനോടാണോ എന്നോടാണോ ചോദ്യം? ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനോടാണ്. ഒരു മിനിറ്റ് ശ്രീ അനൂപ്, ഇതിനുള്ള ഒരു മറുപടിയിലേക്ക് പോകണം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, അങ്ങേക്ക് പറയാം. അല്ല, കോൺഗ്രസിന് അതിൻ്റെതായ പരിമിതികളും ദൗർബല്യങ്ങളും ഉണ്ട് എന്ന് ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്ന നിലക്ക് BJP വിരുദ്ധമായ മതനിരപേക്ഷ വോട്ടുകളെ ഏകോപിപ്പിക്കുന്നതിന് സഹായകരമായ നിലപാട് കോൺഗ്രസ് എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. ഇപ്പോൾ ബി ഗോപാലകൃഷ്ണൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ സുജയ എങ്ങനെയാണ് മറുപടി പറയേണ്ടത്? അദ്ദേഹം പറയാ ഇവിടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ ഈ രാഷ്ട്രത്തിനെതിരായിരുന്നു എന്ന്. ബി ഗോപാലകൃഷ്ണൻ എവിടെയാണ് ജീവിക്കുന്നത്? ജനസംഘവും BJP ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ RSS ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരറിയോ ഗോപാലകൃഷ്ണന്? പ്രജാപരിഷത്ത് എന്ന കാശ്മീരിലെ ദോഗ്ര രാജാവിൻ്റെ വാലിൽ പിടിച്ച് കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വിഘടിപ്പിച്ച് സ്വതന്ത്ര രാഷ്ട്രമാക്കാനുള്ള സായുധ സമരം വരെ നടത്തിയ സംഘടനയുടെ പേരാണ് പ്രജാപരിഷത്ത്. ഈ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ യൂണിയൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന VP മേനോൻ്റെ വളരെ വിഖ്യാതമായൊരു പുസ്തകമുണ്ട്. ഇന്ത്യൻ യൂണിയൻ, ഇന്ത്യ എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് ആണ്. ആ സ്റ്റേറ്റ്സിന് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഇതൊക്കെ ഗോപാലകൃഷ്ണനെ പോലുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ രണ്ട് സംസ്കൃത ശ്ലോകം രാമൻ പറഞ്ഞത് ഇതാണെന്നൊന്നും പറഞ്ഞു കൊടുക്കുന്ന കാര്യമില്ല. അതിന് നല്ല എന്ത് ചെയ്യണം? സാമൂഹ്യശാസ്ത്ര പാഠങ്ങൾ ഉണ്ടാവണം, നല്ല സാമൂഹ്യശാസ്ത്ര വിവരമുണ്ടാകണം. ആ വിവരമില്ലാതെ ഇവിടെ വന്നിട്ട് മാർക്സിസ്റ്റുകാരെ തെറി പറയാൻ വേണ്ടിയിട്ട് അതും ഇതും പറഞ്ഞു പോകാൻ പറ്റില്ല. ഈ രാജ്യത്തെ വിഘടിപ്പി 600ഓളം വരുന്ന നാട്ടുരാജ്യങ്ങളായി ഈ രാജ്യം മാറട്ടെ എന്നാണ് ഗോപാലകൃഷ്ണൻ ഞാൻ വെല്ലുവിളിക്കുന്നു. മിസ്റ്റർ ഗോൾവാൾക്കറുടെ വിചാരധാരയുടെ ആദ്യത്തെ ഈ കോഴിക്കോട്ടെ ജയഭാരതം പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച പുസ്തകം വെച്ച് ഈ കാര്യം സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റുകാർ, രാഷ്ട്രബോധമില്ലാത്ത ആളുകളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പഠിക്കണം മിസ്റ്റർ ഗോപാലകൃഷ്ണൻ. നിങ്ങളുടെ പ്രസ്ഥാനം, ഹിന്ദു മഹാസഭ, RSS ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എവിടെയുണ്ടായിരുന്നു? ഏത് ജയിലിൽ കിടന്നു? ഏത് ലോക്കപ്പിൽ കിടന്നു? എവിടെ പോലീസുകാരുടെ ലാത്തിയടിയേറ്റ് വാങ്ങി? ആയിരക്കണക്കിന് വരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ, 26,000-ഓളം വരുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ജയിലിൽ കിടന്ന ആളുകളിൽ നിങ്ങൾ ബ്രിട്ടീഷ് രാജിന് എന്താണ് മാപ്പപേക്ഷ എഴുതുന്ന തിരക്കിലായിരുന്നു. ഇതൊക്കെ നമ്മുടെ ചരിത്രമാണ്. ആ ചരിത്രത്തെയൊക്കെ മറച്ചു വെച്ചിട്ട് ഗോപാലകൃഷ്ണൻ കമ്മ്യൂണിസ്റ്റുകാരെ രാഷ്ട്രബോധമില്ലാത്തവരാണെന്നൊക്കെ ആക്കുന്ന ആ രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകേണ്ട. അതിന് ശക്തമായ മറുപടിയും വാദങ്ങളുമുണ്ട്. അതാണെങ്കിൽ മറ്റൊരു ദിവസം വെച്ചോ സുജയ, ഗോപാലകൃഷ്ണനെയും വിളിച്ചോ, ഞങ്ങളും വരാം, നമുക്ക് ചർച്ച ചെയ്യാം. ആരാണ് രാജ്യ സ്നേഹികൾ, ആരാണ് രാജ്യത്തോട്? ഇവിടെ വിഷയം എന്താണ്? BJP ഉന്നയിക്കുന്നത് രാമക്ഷേത്രമാണ്. ഗോപാലകൃഷ്ണൻ തുറന്നു പറയാണ്. അത് ശരിയാണോ ഗോപാലകൃഷ്ണ? രാമൻ ജനങ്ങളുടെ വിശ്വാസമാണെങ്കിൽ വിശ്വാസികൾക്ക് രാമക്ഷേത്രമാണ്. ഞങ്ങൾ അതിനെതിരല്ല. വിശ്വാസം വ്യക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ അവകാശം സംരക്ഷിക്കപ്പെടണം. അതിന് ക്ഷേത്രമുണ്ടാകുന്നതിന് ഞങ്ങളെതിരല്ല. പക്ഷേ അത് ബാബരി മസ്ജിദ് നിലനിന്ന സ്ഥലത്താണ്. അത് പൊളിച്ചതിന് ശേഷമാണ്, അനീതികരമായ കോടതി വിധിയുടെ ബലത്തിലാണ് അത് ഉണ്ടാക്കുന്നത് എന്നത് ചരിത്രത്തിൽ നമ്മൾ എന്നും കാണേണ്ട ഒരു പാതകമായിരിക്കും, ഒരു കുറ്റമായിരിക്കും. ആ കാര്യങ്ങൾ ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ധീരമായി പറയണം, ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതേപോലെ തന്നെ ഇവിടെ അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജാതി സെൻസസ്, ഇന്ത്യയിലെ ഹിന്ദുത്വ ഏകോപനം, ഹിന്ദു എന്നൊക്കെ പറയുന്നത് എന്താണ്? ആരോ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹിന്ദു ഉണ്ടാവുന്നത് ക്രിസ്ത്യാൻ അപ്പുറത്തുള്ളപ്പാ, മുസ്ലിം അപ്പുറത്തുള്ളപ്പോഴാണ്, അപ്പോഴേ ഹിന്ദു ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആരെന്താണ്? നായരും തീയരും യാദവനും മിശ്രയും ചതോപാധ്യായും ഒക്കെയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ടെന്താണ് ഇന്ത്യൻ സമൂഹത്തിൽ ത്രൈവർണിക വിഭാഗത്തിൽപ്പെടുന്ന 15% കഴിഞ്ഞാൽ ബാക്കി 85% പിന്നോക്ക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളാണ്. ആ പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി 10-75 വർഷം കഴിഞ്ഞിട്ടും രാജ്യത്തിൻ്റെ ഭരണാധികാരത്തിൻ്റെ, രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ, സാമ്പത്തിക തൊഴിൽ മേഖലകളിൽ ഒന്നും എന്താണ് ജനസംഖ്യാനുപാതികമായ പങ്കാളിത്തം, പ്രാതിനിധ്യം ഉണ്ടായിട്ടില്ല. അതിന് വേണ്ടിയാണ് ജാതി സെൻസസ് പറയുന്നത്. അത്തരം കാര്യങ്ങളൊക്കെയാണ് രാജ്യം ചർച്ച ചെയ്യേണ്ടത്. ഇന്ത്യ മുന്നണി ഉൾപ്പെടെ ഇത്തരം BJPയുടെ നെറുകയിൽ തൊടുന്ന, ഇത്തരം പ്രഹരമേൽപ്പിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ അവിടെയാണ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ അങ്ങ് പറഞ്ഞത് വളരെ കൃത്യമായ വസ്തുതയാണ്.